ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ജെ സി സാറാണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. അപ്പൊ മക്കളെ, 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് അവർ എർത്ത് അല്ലെങ്കിൽ നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിനകത്ത് നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ഞാൻ നിർബന്ധമായിട്ട് നിങ്ങളോട് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. മക്കളെ, നിങ്ങൾ കണ്ടത് ഒരു 7ാം ക്ലാസ്സിലെ സ്റ്റുഡന്റ് എന്തായാലും എന്ത് ചെയ്യണം, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അതെന്താണെന്നല്ലേ, ആ ടോപ്പിക് വേറെ ഒന്നുമല്ല മക്കളെ. നിങ്ങൾക്കറിയാം, പ്രധാനമായിട്ടും അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണത്തിനെ കുറിച്ചാണ് അല്ലേ. ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്ന സമൂഹത്തിനകത്ത്, ഈ ലോകത്തിനകത്ത് പ്രധാനമായിട്ടും ലോകം ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന എർത്ത് ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് ഇത്. ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയാൻ പോകുന്നത്. അപ്പൊ മക്കളെ, പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ അന്തരീക്ഷ മലിനീകരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്തരീക്ഷ വായുവിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിക് എയറിന്റെ സംരചനയ്ക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ, അതൊരു ഉദാഹരണത്തിന് ഈ പറയുന്ന വിഷപ്പുകയും അതേപോലെ തന്നെ വിഷമാലിന്യങ്ങളും ഇതേപോലെ തന്നെ രാസപദാർത്ഥങ്ങളും ഒക്കെ തന്നെ ഇതിനകത്ത് കലരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നോക്ക്, ദ മിക്സിംഗ് അപ്പ് ഓഫ് സ്മോക്ക്, ടോക്സിക് ഗ്യാസസ് ആൻഡ് അതർ കെമിക്കൽസ് ഇൻ ദെയർ എയർ ദാറ്റ് ഈസ് alters the composition of atmosphere is known as atmospheric pollution. അപ്പൊ നമ്മുടെ ഈ പറയുന്ന കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഈ പറയുന്ന അന്തരീക്ഷ വായുവിന്റെ സംരചനയ്ക്ക് എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അന്തരീക്ഷ മലിനീകരണം. ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഈ പറയുന്ന അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നത്. എക്സാമിന് എന്തായാലും ചോദിക്കും, എന്തായാലും അത് ചോദിച്ചിരിക്കും. കാരണം ഈ വരുന്ന പ്രധാനപ്പെട്ട ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് പ്രധാനമായിട്ടുള്ള മെയിൻ എക്സാം ആയിക്കോട്ടെ, അതിലൊക്കെ സാധാരണ കണ്ടുവരുന്ന ഒരു ചോദ്യങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന അന്തരീക്ഷ മലിനീകരണത്തിന്റെ പ്രധാനപ്പെട്ടുള്ള കാരണങ്ങളാണ്. എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഈ അന്തരീക്ഷ മലിനത്തിന് കാരണമാകുന്നത്. മക്കളെ, നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഫാക്ടറിയിൽ നിന്നൊക്കെ പോകുന്ന പുകകൾ അല്ലേ പ്രധാനപ്പെട്ട ഒന്നാമത്തെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. രണ്ടാമതായിട്ട് നിങ്ങൾ നോക്കിയാൽ ഈ വാഹനങ്ങളിൽ നിന്നൊക്കെ പോകുന്ന പ്രധാനപ്പെട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. മൂന്നാമത് നിങ്ങൾ നോക്കിയാൽ ഈ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ കത്തിക്കുന്നതാണ് തേർഡ് വൺ. ഫോർത്ത് വൺ നിങ്ങൾ നോക്കിയാൽ മതി, ഇതേപോലെ തന്നെ ഈ വൈക്കോൽ എന്ത് ചെയ്യാണ്, കത്തിക്കുന്നതാണ് പ്രശ്നം. പിന്നെ അഞ്ചാമത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഈ പറയുന്ന പടക്കം പൊട്ടിക്കുന്നതാണ് അല്ലേ. പിന്നെ ലാസ്റ്റ് വൺ നിങ്ങൾക്ക് നോക്കി, അഗ്നിപർവ്വത സ്ഫോടനങ്ങളാണ്. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഈ പറയുന്ന അന്തരീക്ഷ മലിനീകരണത്തിലേക്ക് നീങ്ങുന്നുണ്ട്, കാരണമാകുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എഴുതി വെക്കാൻ പറ്റുന്നതാണ്. ഒന്നാമത്തെ നിങ്ങൾ എഴുതി വെച്ചോളൂ, പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെച്ചാൽ ഫാക്ടറീസ് അല്ലെ, ഫാക്ടറീസ് എമിറ്റ് ടോക്സിക് ഫ്യൂംസ് അല്ലെ, ഫാക്ടറീസ് എമിറ്റ് ടോക്സിക് ഫ്യൂംസ്. നമുക്ക് എന്ത് ചെയ്യാം, എഴുതി വെക്കാം. പിന്നെ രണ്ടാമത് നിങ്ങൾക്ക് എഴുതി വെക്കാം എമിഷൻ അല്ലെ, എമിഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം മോട്ടോർ വെഹിക്കിൾ നമുക്ക് പ്രധാനമായിട്ടും എഴുതി വെക്കാൻ പറ്റുന്ന ഒന്നാണ് അല്ലേ, മോട്ടോർ വെഹിക്കിൾസ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വൺ നിങ്ങൾ എഴുതി വെച്ചോളൂ, ബേണിംഗ് ദ പ്ലാസ്റ്റിക് ആണ് അല്ലേ, ബേണിംഗ് ദ പ്ലാസ്റ്റിക് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, എഴുതി വെക്കണം. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ഫോർത്ത് വൺ ബേണിംഗ് ഹേ സ്ട്രോ ഈ പറയുന്ന വൈക്കോൽ കത്തിക്കുന്നത്. പിന്നെ അഞ്ചാമത്തത് നിങ്ങൾ നോക്കിയാൽ ഫയർ ക്രാക്കിംഗ് ആണ് അല്ലേ, ഫയർ ക്രാക്കിംഗ് ആണ് ഇത് 5, ഫയർ ക്രാക്കിംഗ് ഈ പറയുന്ന പടക്കം പൊട്ടിക്കുന്നത്. ആറാമത്തതാണ് ഇത് വോൾക്കാനിക് ഇറപ്ഷൻസ് അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. ഇത്രയും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് അന്തരീക്ഷ മലിനീകരണത്തിന് പ്രധാനമായിട്ടും കാരണമാകുന്നത് പഠിച്ചു വെക്കുക. ഇത് മാത്രമല്ല, അല്ലാതെയും പോയിന്റുകളുണ്ട്, ഇത് ഏറ്റവും പ്രധാനമാണെന്നുള്ളത് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് വേണ്ടത് ഈ അന്തരീക്ഷ മലിനീകരണത്തിന് എതിരെയുള്ള നമ്മുടെ പ്രധാനപ്പെട്ട പരിഹാരങ്ങളാണ്, സൊല്യൂഷൻസ് ആണ്. എന്തൊക്കെ സൊല്യൂഷൻസ് നമുക്ക് പറയാം. അതിനകത്തുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് മരങ്ങൾ നടുക അല്ലെ, ഈ പറയുന്ന മരങ്ങൾ എന്ത് ചെയ്യാൻ നമുക്ക് നടാം. അപ്പൊ നമുക്ക് പറയാം പ്ലാന്റ് എ ട്രീ അല്ലേ. അതേപോലെ തന്നെ എന്താണ് രണ്ടാമത് നിങ്ങൾക്ക് അറിയാം, യൂസ് എ ബൈസിക്കിൾ അല്ലെ, ഈ പറയുന്ന സൈക്കിളുകൾ ഉപയോഗിക്കുക. പിന്നെ നിങ്ങൾ നോക്ക്, യൂസ് സോളാർ എനർജി, ഈ പറയുന്ന സോളാർ എനർജി അല്ലെങ്കിൽ സൗര ഊർജ്ജം നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അതേപോലെ തന്നെ ഈ പ്രധാനമായിട്ട് നമുക്ക് എന്താണ് ലാസ്റ്റ് വൺ, ഇലക്ട്രിക് വെഹിക്കിൾസ് ഉപയോഗിക്കുക അല്ലെ, ഈ പറയുന്ന ഇലക്ട്രിക് ബസ്സുകളും ഇലക്ട്രിക് വെഹിക്കിൾസും എന്ത് ചെയ്യാം, നമ്മൾ ഉപയോഗിക്കുക. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം. അത്രയുമാണ് മക്കളെ ഈ ഒരു ഭാഗത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. അപ്പൊ നിർബന്ധമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, നിർബന്ധമായി പഠിച്ചു വെച്ചോളാം. എക്സാമിന് എന്തായാലും ഈ പറയുന്ന അന്തരീക്ഷ മലിനീകരണം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ എന്തായാലും വരും. അപ്പൊ മക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിർബന്ധമായി നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ രേഖപ്പെടുത്തണം. അത് മാത്രമല്ല, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്ന ആളുകളെങ്കിൽ നിർബന്ധമായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത്തരത്തിലേക്കുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് എത്തുക. അപ്പൊ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മക്കളെ, കാണാം. സോ ബൈ എവരിവൺ, ബൈ.